ഹലോ, നോവാസ്കോഷ്യ PNBയുടെ പുതിയ അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2022 മിനിസ്റ്റർ ഒരു വേദിയിൽ പറഞ്ഞൊരു ഉത്തരവെന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് കാനഡയിലേക്ക് വരുന്നത് കനേഡിയൻ PR കിട്ടാനായിട്ടുള്ളൊരു പാത്വേ ആണ്. പക്ഷെ അതൊരു ഗ്യാരണ്ടി അല്ലെന്നാണ്. അതുപോലെ 2024 അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. I think it's important to stress that being an international student or being a prospective international student isn't a guarantee of permanent residence or a guarantee of citizenship. പിന്നെ PNB ഫയലിംഗ് പ്രോസസ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മാസം മുമ്പ് ചെയ്തിരുന്ന രീതിയും 3-4 മാസം മുമ്പ് ചെയ്യുന്ന രീതിയും ഒക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ PNBക്കോ PRനോ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവരുടെ ഫയലിലുണ്ടാവും. പക്ഷേ വരുന്ന എക്കണോമിക് ആൻഡ് ജോബ് മാർക്കറ്റ് പ്രയോറിറ്റീസിനനുസരിച്ച് ഉള്ള ചേഞ്ചസ് നമ്മുടെ ആപ്ലിക്കേഷന് ബാധകമാണെന്നാണ് പറയുന്നത്. നോവാസ്കോഷ്യ PNBക്ക് 8 സ്ട്രീമുകളാണുള്ളത്. അതിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സ്ട്രീമുകളിലൂടെയുള്ള ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ അത്ര ഈസി ആയിട്ട് നോവാസ്കോഷ്യ PNBക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിലൂടെ PNB നോമിനേഷൻ കിട്ടില്ല എന്നോ അല്ലെങ്കിൽ PR കിട്ടില്ല എന്നുള്ള പ്രസ്താവനകളൊന്നും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.